മാർക്കറ്റ് വീണപ്പോൾ കോൺഫിഡൻസ് കാണിക്കാനായിട്ടുള്ള ധൈര്യം ആർക്കൊക്കെ ഉണ്ടോ അവർ കാശുണ്ടാക്കും. മാർക്കറ്റ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റിക്കവറി നമ്മൾ കാണാൻ പോകുന്നത് നാളെ ഷോക്കുകളായിരിക്കും. മാർക്കറ്റിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി മാറുന്നു. ഇന്നലെ വൈകുന്നേരം വരെ ഇത് റിസിഷൻ ആണോ എന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നു ഒരു പ്രശ്നവും ഇല്ല, ട്രംപ് ഇത് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ദിവസം എല്ലാവരും ബൈ ചെയ്യാനാണ് പോകുന്നത്. അവരെവിടെയാണ് ബൈ ചെയ്യുന്നത്? ടോപ്പിലാണ് ബൈ ചെയ്യുന്നത്. അടുത്ത ദിവസം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ട്രംപ് എഫക്റ്റ് ആണ്. ട്രംപ് എഫക്റ്റ് അല്ലേ? അങ്ങനെ ട്രംപ് പരാജയം സമ്മതിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം. അല്ലെങ്കിൽ ട്രംപ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ആണെന്ന് പറയാം. സ്റ്റോക്ക് മാർക്കറ്റിനെ മനഃപൂർവ്വം താഴത്തോട്ട് ഇടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ബൈ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ബൈ ചെയ്യിപ്പിച്ചുകൊണ്ട് തിരിച്ച് ആ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ താരിഫ് വരില്ല, താരിഫെല്ലാം 90 ദിവസത്തേക്ക് പോസ് ചെയ്ത് 90 ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റ് തിരിച്ച് നോർമലായിട്ട് അപ്പായിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ US വലിയ ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 ഇന്നലെ മാത്രം തിരിച്ചു കയറിയിരിക്കുന്നത് 9.5% ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ തിരിച്ചുവരവാണ്. നാസ്ഡാക്ക് 12% ഇന്നലെ ഒറ്റ ദിവസം തിരിച്ചു കയറിയിരിക്കുന്നത്. ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ തിരിച്ചുവരാണ്. ജപ്പാൻ മാർക്കറ്റ് തിരിച്ചു കയറിയിരിക്കുന്നത് 9%. നമുക്കറിയാം ജപ്പാൻ ഓൾറെഡി നല്ല താരിഫ് ഉണ്ടായിരുന്ന രാജ്യമാണ്. അവർക്ക് ഡൗ നമ്മൾ പറയുന്ന US ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള ഡൗ ജോൺസ് 7.8% റിക്കവറി. ടെസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നു 20% എന്തോ ആണ് ഇന്നലെ മാത്രം തിരിച്ചു കയറിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ട്രംപ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തതാണോ, അതോ പണി കിട്ടി താരിഫ് വേണ്ടെന്ന് വെച്ചതായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും താരിഫ് കയറ്റി വെച്ച് മാർക്കറ്റിന് ഇത്രയും താഴെ കൊണ്ടുവന്ന് ഇന്ത്യൻ മാർക്കറ്റൊക്കെ 1000 points ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളതിൽ ഏറ്റവും ഭേദമായിരുന്നു. പറയുന്നുണ്ടായിരുന്നു 5% നമ്മുടെ മാർക്കറ്റ് വീണുള്ളൂ. പല മാർക്കറ്റ് ജപ്പാനൊക്കെ ശോകമൂഖമായിരുന്നു. ശരിക്കും റീറ്റെയിലേഴ്സൊക്കെ പേടിച്ചു പോയി, ഇതെന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, രാവിലെ എൻ്റെ തന്നെ കിളി പോയ അവസ്ഥയിൽ ഇരുന്ന നമ്മൾ. ഇത് എനിക്കിപ്പോഴും തോന്നുന്നത്, ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിലും പറഞ്ഞതുപോലെ, ട്രംപ് ഈസ് എ മാനിപ്പുലേറ്റർ എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ടെക്നിക്കലി നോക്കുമ്പോൾ ഇതിന് കുറേ റീസൺസ് വേണമെങ്കിൽ കണ്ടെത്താൻ സാധിച്ചേക്കാം. ഇപ്പോൾ എന്താ പറയുക, റെസിപ്രോക്കൽ താരിഫ്, ഇത്തരത്തിലുള്ള വലിയ വലിയ രാജ്യങ്ങൾ പൊതുവെ അവരുടെ ഈ വിദേശ നയത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോളിസികളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താറില്ല. കാരണം അവരത്രയും വലിയ രാജ്യമായി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും US ജലദോഷം വന്നാൽ നമുക്കൊക്കെ തുമ്മൽ വരും. അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. കാരണം US ലോകത്തിലെ അത്രയും വലിയ രാജ്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് ആരും ഒരു ഡൗട്ടും പറയണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ പോളിസികൾ ഇങ്ങനെ സഡനായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളെയും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടു കഴിയും. ആ ഒരു ഇൻഫ്ലുവൻസ് ഒരു US പ്രസിഡന്റ് ഉപയോഗിച്ചതാണോ എന്നാണ് ഏറ്റവും വലിയ സംശയം നിലനിൽക്കുന്നത്. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു, ട്രംപ് കോയിൻ എന്ന ക്രിപ്റ്റോ കോയിൻ വെച്ചുകൊണ്ട് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ട്രംപ് വലിയ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ മീഡിയകളൊന്നും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ക്രിപ്റ്റോ കറൻസികൾ പമ്പ് ചെയ്ത ക്രിപ്റ്റോ കറൻസി ഐഡികളെല്ലാം തന്നെ സെയിമാണെന്ന് നമുക്ക് സാധാരണക്കാരനെ പോലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ അതിൻ്റെ പ്രൂഫ് നമ്മുടെ 1-2 ക്ലയൻസുമായിട്ട് സ്റ്റുഡൻസൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തുവാണ്. നമുക്ക് ഒരു ക്രിപ്റ്റോയിൽ നന്നായിട്ട് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് അതിൻ്റെ ഫുൾ പ്രൂഫ്, ആ ഒരു എല്ലാ ഐഡീസും ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അയച്ചു തന്നതൊക്കെയാണ്. അപ്പോൾ ട്രംപ് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ട്രംപിനെ വേണ്ടപ്പെട്ടവരോ അറിഞ്ഞുകൊണ്ടോ ചെയ്തതാണ് അന്ന് ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീം, ട്രംപ് കോയിൻ. ഇത് നോക്കി, അതുപോലെ തന്നെ അതിന് സാഹചര്യം ഇവിടെയും ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പെട്ടെന്ന് പിൻവലിക്കുന്നു. ചൈനയ്ക്ക് മാത്രം പിൻവലിച്ചിട്ടില്ല. ചൈനയ്ക്ക് 135% താരിഫ് വെച്ച് കൊടുത്തു. ബാക്കി എല്ലാ രാജ്യത്തിനും ആ ഒരു ബേസ് 10% മാത്രം മതി എന്നുള്ള തീരുമാനത്തിലോട്ട് പോകുന്നു. മാർക്കറ്റിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി മാറുന്നു. ഇന്നലെ വൈകുന്നേരം വരെ ഇത് റിസിഷൻ ആണോ എന്ന് വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നു ഒരു പ്രശ്നവും ഇല്ല, ഇന്ത്യൻ മാർക്കറ്റ് 900 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത. കാരണം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 900 പോയിൻറ്റ്സ് അപ്പാണ്. 23,000 എബവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡൗൺ പോയി പേടിച്ച് വിറ്റവരൊക്കെ പാരായി. തീർച്ചയായിട്ടും നമ്മളും കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ എന്താ പറഞ്ഞത്, നമ്മൾ പേടിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ റീറ്റെയിലേഴ്സിനെ പേടിപ്പിച്ച് പുറത്തിറക്കുക എന്നുള്ളത് മാർക്കറ്റിൻ്റെ ഒരു രീതിയാണ്.
നമ്മളിങ്ങനെ പൊതുവേ പറയും, എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും മാർക്കറ്റിൻ്റേതായ രീതികളുണ്ട്. അവരെ നിലനിർത്താൻ, അവരെ നിലയ്ക്ക് നിർത്താൻ മാർക്കറ്റിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഓർക്കുന്നുണ്ടോ നമ്മളന്ന് ജപ്പാൻ്റെ കേസ് പറഞ്ഞത്? ജപ്പാൻ ബോണ്ട് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നുണ്ടെന്ന്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ജപ്പാൻ അവരുടെ ബോണ്ടുകൾ തിരിച്ച് വാങ്ങുന്ന ഒരവസ്ഥ വന്നാൽ അമേരിക്ക പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓൾറെഡി വലിയ രീതിയിലുള്ള സെല്ല്, അതായത് ബോണ്ട് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെല്ല് ജപ്പാൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ശരിക്കും ബോണ്ട് മാർക്കറ്റ് കയറേണ്ടതാണ്. അതെ, അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ഈ പൈസകൾ എല്ലാവരും വിഡ്രോ ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ബോണ്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും. കാരണം അവിടെ സേഫ് ആണല്ലോ. ഈ തവണ എന്ത് പറ്റി? ജപ്പാൻ വലിയ രീതിയിൽ US ട്രഷറിയിലെ ബോണ്ടുകൾ വിറ്റഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ താരിഫ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് 4% താഴെയായിരുന്നു ഇൻട്രസ്റ്റ്, ബോണ്ടിൻ്റെ ഈൽഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ US-ൻ്റെ 10-year ബോണ്ടിൻ്റെ ആവറേജ് റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3.992% ആയിരുന്നു US-ലുണ്ടായിരുന്നത്. എന്നാൽ താരിഫ് വന്ന് മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക? ബോണ്ടിന് ഡിമാൻഡ് കൂടുകയും, അപ്പോൾ ബോണ്ടിന് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കുറയുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ബോണ്ടിന് ഡിമാൻഡ് കൂടുകയല്ല സംഭവിച്ചത്. ജപ്പാൻ വലിയ രീതിയിൽ ബോണ്ടുകൾ പിൻവലിക്കാൻ തുടങ്ങി. ചൈനയും വലിയ രീതിയിൽ പിൻവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ എക്സ്പെക്ടേഷൻ ചെറിയ രാജ്യങ്ങളൊക്കെ. അതെ, ചൈനയും ജപ്പാനും വലിയ രീതിയിൽ പിൻവലിച്ചു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് വലിയ സെല്ലിംഗ് ആണ് ബോണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞു ഇനി താരിഫൊന്നുമില്ല, 90 ദിവസത്തേക്ക് ഞാനൊന്ന് 3.9 ഈ ഇൻട്രസ്റ്റ് അപ്പായത് 4.4 കഴിഞ്ഞ 10-20 ദിവസം. അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു, എല്ലാം ഇടിയുന്നു, പക്ഷേ ബോണ്ടിൻ്റെ ഈൽഡ് കൂടുന്നു. അപ്പോൾ US 3.9% പലിശ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ എത്ര കൊടുക്കണം? 4.4 കൊടുക്കണം. ഇതോടുകൂടി ട്രംപിന്റെ പരിപ്പിളകി. അല്ലേ, ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം ട്രംപിന് അറിയില്ലേ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ വരായികളെ കുറിച്ച് ട്രംപ് ബോധവാനാണ്. ഇതൊരുമാതിരി പഞ്ചായത്തിൽ വന്നിട്ട് പ്രസിഡന്റ് ഇതേ നാളെ അതാണ് എന്താണെന്ന് പറയുന്ന പോലെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ തലപ്പത്തിക്കുന്ന ഒരാൾ സംസാരിക്കുന്ന ഒരു വേ ആണല്ലേ. എന്താണ് നമുക്ക് അതിൻ്റെ ട്രംപ് ഒരു വലിയ ബിസിനസ്മാനാണ്. ഒരു രീതിയിലും ട്രംപ് പിന്നോട്ട് പോയില്ല. ട്രംപിൻ്റെ നട്ടെല്ലെന്തോ ഉരുക്കാണെന്നാണ് കഴിഞ്ഞ തവണ ഇതൊരു US-ൻ്റെ ഏതൊരു പുള്ളി പറഞ്ഞത്. അപ്പോൾ ട്രംപ് മോശക്കാരനൊന്നുമില്ല. ചൈനയ്ക്ക് ആ ഒരു താരിഫ് ഇത് ചൈനയായിട്ടാണ് യുദ്ധം, വ്യാപാര യുദ്ധം. അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ മൂർച്ച കുറഞ്ഞു, അല്ലെങ്കിൽ അമേരിക്ക അതിൻ്റെ മൂർച്ച കുറച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചൈനയുടെ അപ്രമാദിത്വത്തിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ചൈനയ്ക്ക് താരിഫ് കുറച്ചിട്ടില്ല എന്നെങ്കിലും ഞാൻ പറയുന്നു, ഇത് ചൈനയുടെ അപ്രമാദിത്വത്തിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ചൈനയും ജപ്പാനും ഒന്നിച്ച് വിചാരിച്ചാൽ, അല്ലെങ്കിൽ US ബോണ്ടുകൾ വിറ്റഴിക്കാനായിട്ട് മറ്റ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് ടെമ്പററി ആയിട്ട് ഈ ചൈനയോട് ട്രംപിന് എന്താണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം? ചൈനയോട് പണ്ട് റഷ്യ അമേരിക്ക തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ഞാൻ വിശ്വസിക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ലോകത്തിലെ നമ്പർ 1 രാജ്യം ചൈനയാണെന്നുള്ളത് തന്നെയാണ്. ചൈന അങ്ങനെയാണ് വളരുന്നത്, ചൈന അത്രയ്ക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയൊക്കെ ചൈനയെ വെച്ച് നോക്കുമ്പോൾ 10-15 വർഷം പുറകിലാണെന്ന് പച്ചയ്ക്ക് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ അത്ര വലിയൊരു ഡെവലപ്മെൻറ്റോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതുപോലെയല്ല ചൈന അത്ര വലിയ ഗ്ലോബൽ ഫാക്ടറിയാണ്. ലോകത്തിനെല്ലാം ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ വീടുകളും അവിടെ ഫാക്ടറികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്പീഡിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ചൈന വളരെ പെട്ടെന്ന് തന്നെ GDP ഗ്രോത്തിൽ അമേരിക്കയെ GDP-യുടെ കേസിൽ അമേരിക്ക ഓവർകം ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഓൾറെഡി ചൈന എത്തി എന്ന് തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയിൽ അവിടെ പൈസയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കൺവേർഷൻ റേറ്റ് അല്ല, ഇപ്പോൾ $100 ഉണ്ടെങ്കിൽ അമേരിക്കയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം $100 ഉണ്ടെങ്കിൽ ചൈനയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി മണിയുടെ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ചൈന അമേരിക്കയെ കടത്തി വെട്ടിക്കഴിഞ്ഞു. അമേരിക്ക ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയിൽ, അമേരിക്ക ഉണ്ടാക്കുന്നതിനേക്കാൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അസൂയല്ല, അമേരിക്കയുടെ അപ്രമാദിത്യം അരക്കെട്ടുറപ്പിക്കേണ്ടത് അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ ഒരു എയിമല്ലേ. ചൈനക്കിട്ട് പണി കൊടുത്തിട്ടാണോ അങ്ങനെയല്ലേ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായത്? അമേരിക്കയും റഷ്യയും തമ്മിൽ അന്ന് ആരാണ് മികച്ചവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് വാറുകൾ വരെ നടന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്താനുള്ള കാരണം എന്തായിരുന്നു? അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന
കോൾഡ് വാറാണ് അതിൻ്റെ കാരണം. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം 2018 തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. കൊറോണ ആയതുകൊണ്ട് ഒന്ന് കുറഞ്ഞു നിന്നിരുന്നു എന്ന് മാത്രമാണ്, അത് തിരിച്ചു വന്നു എന്ന് മാത്രമാണ്. അതായത് ചൈന തിരിച്ച് അമേരിക്കയേക്കാൾ വലിയ രാജ്യമാകാനായിട്ട് അമേരിക്ക വിട്ടുകൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക ചരിത്രത്തിൽ ഒരു 50 to 100 വർഷമൊക്കെ ആകുമ്പോൾ പല രാജ്യങ്ങളും ഡൗൺ സൈഡിലോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് നമ്മളിതിനെ കൂട്ടിയാൽ മതി. ചൈന അതായത് സൈനിക കാര്യങ്ങളിൽ മാത്രമാണ് അമേരിക്കേനേക്കാൾ ഒരിച്ചിരി താഴെ നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അമേരിക്കേനേക്കാൾ അപ്രമാദിത്യം ചൈന നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ താരിഫ് വാറിൽ വിജയിക്കാനായിട്ട് ചൈനയോട് പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തന്നെയാണിത്. അപ്പോൾ ചൈനയ്ക്കും ഈ ഒരു പോസ്റ്റ് ഫെസിലിറ്റിനെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടോ? അതായത് ഈ ചൈനയ്ക്ക് പിൻവലിച്ചിട്ടില്ലല്ലോ താരിഫ്. ചൈനയ്ക്ക് പിൻവലിച്ചിട്ടില്ല, മറ്റു രാജ്യങ്ങൾക്ക് പിൻവലിച്ചു. അപ്പോൾ ഞങ്ങൾ ചൈനയായിട്ട് വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി എത്ര നാൾ ഇനി അത് പിടിച്ചേക്കും? എത്ര നാൾ പിടിക്കും? ഇപ്പോൾ അമേരിക്ക ചൈനയിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ തായ്വാനിലേക്കോ അല്ലെങ്കിൽ ജപ്പാനിലോട്ടോ ചൈനയിൽ നിന്ന് പ്രൊഡക്ട്സ് പോയി അവിടെ നിന്ന് വേണമെങ്കിൽ ലേബൽ മാറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് അമേരിക്കയിലേക്ക് ചെല്ലും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ചൈന ഇല്ലാതെ ഇനി അമേരിക്കയ്ക്കോ ലോകത്തിലൊരു രാജ്യത്തിനോ അധികം നാളൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളുടെ പോളിസികൾ അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്, നമ്മളതിനെ ആ രീതിയിൽ തന്നെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് മാനിപ്പുലേറ്റർ എന്നുള്ള രീതിയിൽ ആയിരിക്കാം ഇത് ചെയ്തത്, അല്ലെങ്കിൽ ബുദ്ധിമോശം പറ്റിപ്പോയി, അല്ലെങ്കിൽ 2017 അദ്ദേഹം ഇതേ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് വിവരമുള്ള ആരൊക്കെയോ അദ്ദേഹത്തെ ബുദ്ധി ഉപദേശിച്ച് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് പുള്ളിയുടെ ടീമിലുണ്ടായിരുന്ന ആരുമല്ല ഈ തവണ പുള്ളിയുടെ ഉപദേശക സമിതിയിലും ഒക്കെ ഉള്ളത്. നമ്മുടെ എലോൺ മസ്കിൻ്റെ കൂട്ടുള്ള വെട്ടൊന്ന് മുറി 2 ടീമുകളാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ ഈ ട്രംപിൻ്റെ ഒരു ചിന്താഗതിയോട് കൂടെ നിൽക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് ഇപ്പോൾ കൂടുന്നത്. അവർ ഈ റിസ്ക് ഫാക്ടേഴ്സ് ട്രംപിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കൈ പൊള്ളി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. അങ്ങനെയൊന്നല്ല, ട്രംപിനെ അറിയാഞ്ഞിട്ടാണോ വെറുതെ? അല്ല, ഇത് ആ രീതിയിലും കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രംപ് ഒരു മാനിപ്പുലേറ്റർ ആണെന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ ട്രംപ് എന്തൊക്കെയോ മറയ്ക്കാമെന്ന് വിചാരിച്ചു, നടക്കണില്ല എന്ന് പറഞ്ഞ് പാളിപ്പോയി എന്നും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. 90 ദിവസം കഴിഞ്ഞ് ഈ അൺസർട്ടനിറ്റി വീണ്ടും ചിലപ്പോൾ വന്നേക്കാം. ട്രംപിനെ പോലുള്ളൊരു വ്യക്തി മുന്നും പിന്നും നോക്കാതെ ഡിസിഷൻസ് ബോൾഡായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന വലിയ ബിസിനസ്മാൻ, ബാങ്ക്രപ്റ്റിൽ നിന്ന് യു.എസിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിലോട്ടൊക്കെ കയറി വന്ന അത്രയും വലിയൊരു ബിസിനസ്മാന് ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാനോ തോറ്റ് പരാജയപ്പെട്ട് പിന്മാറാനൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം വളരെ ശക്തമായിട്ട് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശരിക്കും ഈ അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ, അല്ലേ? ഈ കേസ് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തൊരു രാജ്യം ഇന്ത്യയാണ്. നമ്മൾ ഒരു പബ്ലിക്കായിട്ട് ട്രംപിന് തെറി വിളിക്കാൻ പോയിട്ടില്ല. ഇന്ത്യ എന്ത് ചെയ്തു? നമ്മൾ ട്രംപേട്ടാ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അതിനെ രമ്യമായിട്ട് പരിഹരിച്ച് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇത് ചൈനയും അമേരിക്കയും കൂട്ടിയടിക്കുമ്പോൾ അതിൻ്റെ ഗുണം എങ്ങനെ നമുക്ക് എടുക്കാം? അല്ലല്ല, അതിൻ്റെ ഗുണം നമുക്ക് എങ്ങനെ എടുക്കാം എന്നാണ് ഇന്ത്യ നോക്കുന്നത്. ഇന്നാണ് ആ ഒരു നയതന്ത്രമാണ് ഇന്ത്യ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആടിനെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് നമ്മളല്ലല്ലോ കൂട്ടിയിടുന്നത്, അവർ കൂട്ടിയിടിക്കുന്നല്ല, അവർ കൂട്ടിയിടിക്കട്ടെ. നമുക്ക് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞ കാര്യം, നമുക്കൊരു സ്ട്രോങ് അമേരിക്ക, സ്ട്രോങ് ചൈന, ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അമേരിക്ക, ഒരു മീഡിയം ചൈന, ഇതും നമുക്ക് നല്ലതാണ്. പക്ഷെ ഒരിക്കലും ഒരു വീക്ക് അമേരിക്ക, സ്ട്രോങ് ചൈന നമുക്ക് ഒരിക്കലും നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയുള്ള അപ്ഡേറ്റ്സ്. അടുത്ത ദിവസം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ട്രംപ് എഫക്റ്റ് ആണ്. ട്രംപ് എഫക്റ്റ് അല്ലേ? ട്രംപ് എഫക്റ്റ് താഴെ കൊണ്ടുപോയത് ട്രംപ് പോസിറ്റീവ് എഫക്റ്റ്. ട്രംപ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതെ, ട്രംപിന്റെ പോസിറ്റീവ് എഫക്റ്റ്. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം 2-3 ദിവസമായിട്ട് ട്രംപ് അമേരിക്ക പോഡ്കാസ്റ്റ് നമുക്ക് സംസാരിക്കാനുള്ള ഇത് ട്രംപ് ഇട്ടേരാണ് ഇതിന് ഈ കാര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പുതിയ കാര്യം ഇറക്കിയിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു ശരിക്കും. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞു, ഞാൻ ശരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്സ്, ബോട്ടം ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് ട്രംപ് ഇത് തിരിച്ച് പറയും എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല നമ്മളത് ഡംപ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ദിവസം എല്ലാവരും ബൈ ചെയ്യാനാണ് പോകുന്നത്. അവരെവിടെയാണ് ബൈ ചെയ്യുന്നത്? ടോപ്പിലാണ് ബൈ ചെയ്യുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് വീണപ്പോൾ കോൺഫിഡൻസ് കാണിക്കാനായിട്ടുള്ള ധൈര്യം ആർക്കൊക്കെ ഉണ്ടോ അവർ കാശുണ്ടാക്കും മാർക്കറ്റിൽ. ബ്ലഡ് ബാത്ത് നടക്കുമ്പോഴാണ് പർച്ചേസ് നടത്തേണ്ടത്. മാർക്കറ്റിൽ പച്ചപ്പ് പുഷ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഫലം എടുക്കേണ്ടത്. ഈ തിയറി ഫോളോ ചെയ്യാൻ ഉള്ള ഗട്ട്സ് ഇല്ലെങ്കിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് കാണിക്കുക, നമ്മൾ പേടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇടിയും എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത് തിരിച്ചു കയറുമെന്ന്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ആ ബോട്ടത്തിൽ ബൈ ചെയ്ത് ആ റിക്കവറി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി മാർക്കറ്റിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ക്ലയൻറ്റ് വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചു എന്ന് ഞാനന്ന് പറഞ്ഞില്ലേ, അയ്യോ സാറേ മാർക്കറ്റ് വീണു വിക്കട്ടെ എന്ന്. നമ്മൾ ആ സ്റ്റുഡൻറ്റിന് കൊടുത്തൊരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ട്. സാറേ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പേടിച്ചാൽ നമ്മൾ എത്ര നാളും പേടിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ആൾക്കാരാണ് നമുക്ക് ആ പേടീനെ ഓവർകം ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. ഡിപ്പ് വരുമ്പോൾ എങ്ങനെ കൂടുതൽ അത് ബൈ ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ റിക്കവറികളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലോട്ട് നമ്മൾ വളർന്നില്ലേ, നമ്മൾ വെറും ഒരു റീറ്റെയിലറാവും. ഒരു റീറ്റെയിലർ എന്ന് പറയുമ്പോൾ ഒരു റീറ്റെയിലറിന് ഇത്തരത്തിലുള്ള സീക്രട്ട് ന്യൂസുകളൊന്നും കിട്ടാനില്ല, അൺലിമിറ്റഡ് മണിയുമില്ല. എന്നാൽ ഒരു ബിഗ് പ്ലെയർ FIAസിന് എന്ത് സംഭവിക്കും? അവർക്ക് നല്ല സർപ്ലസ് മണിയുണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, നോളജ് ഉണ്ട്. ട്രംപൊക്കെ ഡയറക്റ്റ് പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു എന്നും വരാം. ഇന്ത്യയിൽ ഏറ്റവും വലിയ റിക്കവറി നമ്മൾ കാണാൻ പോകുന്നത് നാളെ IT സ്റ്റോക്കുകളിലായിരിക്കും. 12% നാസ്ഡാക്ക് തിരിച്ചു കയറിയിരിക്കുന്നത്. നമ്മുടെ IT സ്റ്റോക്കുകൾ പലതും നാളെ അപ്പർ സർക്യൂട്ടിലായിരിക്കും. പ്ലസ് ഫാർമയെ നാളെ നല്ല രീതിയിൽ തിരിച്ചു കയറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. FIAs നല്ല രീതിയിലോട്ട് തിരിച്ചു വരും. കാരണം എന്താണെന്നറിയോ, ഇത്ര നാൾ സെൽ ഇന്ത്യ ബൈ ചൈനയായിരുന്നു. ചൈനയ്ക്ക് താരിഫുണ്ട്, ഇന്ത്യക്ക് താരിഫില്ല. എന്തായിരിക്കും സംഭവിക്കുക? ബാക്ക് ടു ഇന്ത്യ, സെൽ ചൈന ബൈ ഇന്ത്യ. കാരണം ചൈനയ്ക്ക് ആ ഒരു വളർച്ച ഗ്രോത്ത് കുറവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. FIAs വിൽ തിരിച്ചു വരും, FIAs വിൽ കം ബാക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. FIAs നല്ല രീതിയിൽ തിരിച്ചു വരാൻ ഉള്ള എല്ലാ സാധ്യതകളുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ്, വിലയേറിയ കമന്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ട്രംപിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അതാണ്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.